ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ്. ഈ ഒരു വീഡിയോയിൽ രാവിലെ റിലാക്സ് ആയിട്ട് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ പറ്റുന്ന കുറച്ച് വഴികളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പതിവ് പോലെ ഞാനൊരു 6 മണിയാകുമ്പോഴാണ് കിച്ചണിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈസ്റ്റേൻ്റെ ഇടിയപ്പമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. എങ്ങോട്ടെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഈസ്റ്റേൻ്റെ ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ ഈ ഒരു പാക്ക് വാങ്ങിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. തലേന്ന് ഞാൻ വെച്ചിട്ടുള്ളത് നെയ്ച്ചോറും അതുപോലെ ബീഫ് വരട്ടിയതും ആയിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടിയതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നേ, ആ പഴം ഒന്ന് മുറിച്ചിങ്ങാണ്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ, രാവിലെ തന്നെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ജനാലയൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് എയർ കിട്ടും കേട്ടോ. ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ജനാലയൊക്കെ തുറന്നിട്ട് റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഈസ്റ്റേൺ ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നല്ല ചൂടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലപോലെ വെട്ടി തിളക്കണം കേട്ടോ. അതിന് ശേഷം ഈ ഒരു എന്താ പറയുക, നൂൽപുട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് നേരെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേഗം വന്നിട്ട് ഇതൊന്ന് ഇതിന്ന് എടുത്ത് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിപ്പോകുന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ ഒന്നുമില്ല കേട്ടോ. നല്ല പോലെ തന്നെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഊറ്റിയെടുത്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുത്താൽ നല്ല അടിപൊളി നൂൽപുട്ട് നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ ബീഫ് വരട്ടിയതും കൂടി ആകുമ്പം നല്ല അസലായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഓരോന്നായിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടതാണല്ലോ, അതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നേരെ ഞാനൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് കാസറോളിൽ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് നൂൽപുട്ട് റെഡിയാവും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഞാൻ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട് കേട്ടോ. വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്ക് രാവിലത്തെ ആ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. റിലാക്സ് ആയിട്ട് രാവിലത്തെ ജോലികൾ തീർക്കാനുള്ള കുറച്ച് വഴികൾ ഞാനും പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് രാത്രി നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കാമെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പിറ്റേന്നൊക്കെ നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പം മദ്രസയിലേക്ക് പോകുമ്പം ധരിക്കാനുള്ള ഡ്രസ്സ്, ബുക്ക്, ടൈം ടേബിള്, അതേപോലെ അവരുടെ കാര്യങ്ങൾ എല്ലാം ഒന്ന് തലേന്ന് രാത്രി സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പുലർച്ചെ ആകുമ്പം കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഡെയിലി ഒരു പ്ലാനർ റെഡിയാക്കാൻ, നാളെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ജോലി ചെയ്ത് തീർക്കണം എന്നുള്ളത് ചെറിയൊരു നോട്ടിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർത്താലേ എനിക്ക് നാളത്തെ കാര്യം ഫുള്ള് സക്സസ് ആവുള്ളൂ എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ജോലികളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ജോലി തീർത്തെടുക്കാനും പറ്റും കേട്ടോ. പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് ഒരു സക്സസ് എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പം നമുക്ക് മടിയാണ് കാരണം എന്നുണ്ടെങ്കിൽ ഈ മടി വരാനുള്ള ഒരു മെയിനായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവുമല്ലോ, അതെന്താണെന്നുള്ളത് ആ ഒരു കാരണം കണ്ടെത്തിയിട്ട് അതിനെ പതിയെ അതിൻ്റെ പരിഹാരം തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് മടിയൊക്കെ മാറ്റി വെച്ച് റിലാക്സ് ആയിട്ട് നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് നമുക്കൊട്ടും കുറ്റബോധമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റിലാക്സ് ആയിട്ട് തന്നെ ജോലികൾ തീർക്കാം. രാവിലെ റിലാക്സ് ആയിട്ട് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ നേരത്തെ കിടക്കാനും രാവിലെ നമ്മൾ നേരത്തെ എണീക്കാനും ശ്രദ്ധിക്കാം. ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിലാക്സ് ആയിട്ടും മടി കൂടാതെയും നമ്മുടെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്തു പോരാം കേട്ടോ. ഈ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും പല രീതിയിലായിട്ട് പറഞ്ഞിട്ടും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്
ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. പിറ്റേന്നേക്ക് നമുക്ക് കറി ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും ഒക്കെ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തേങ്ങ അതൊന്ന് ചിരകി വെക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ തന്നെ നമുക്ക് പിറ്റേന്ന് രാവിലെ നല്ല പോലെ തന്നെ എന്താ പറയുക കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സുഖമായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും എനിക്കറിയാവുന്ന ടിപ്സ് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേഗത സിറ്റൗട്ട് വന്ന് തുടച്ചെടുക്കുകയാണ്. കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ക്ലീനാക്കി വെക്കും വേണം. അങ്ങനെ വേഗം ഒന്ന് തുടച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ വീട്ടിലോട്ടൊന്ന് പോകാനുണ്ട്. 2 ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ മുറ്റടിച്ച് വാരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇന്നലെ ഇപ്പം ഞാൻ വൈകുന്നേരമാണ് സിറ്റൗട്ടിൻ്റെ ആ മുന്നത്തെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പിന്നെ മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ മീൻ നല്ല പോലെ തന്നെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴമീൻ. അപ്പോൾ കരിമീനുണ്ട്, അപ്പോൾ ഇതുപോലത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ട് ചിലക്ക് പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നല്ല സുഖമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനോട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതായിരുന്നേ. അപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല പോലെ ഉപകാരമുണ്ട്. കാരണം ഇങ്ങനത്തെ മീനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചിലക്കാന്ന് പറയില്ല, ആ സാധനം പോക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ വരയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മസാല കൂട്ടാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാമെന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഐസ് പോയി കഴിഞ്ഞാൽ നമുക്കിത് മസാല കൂട്ടിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ പുഴയിലെ മീൻ നമ്മൾ എന്താ പറയുക ഇതാക്കില്ല കേട്ടോ, കറി വെക്കൽ കുറവാണ്. പിന്നെ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 3-4 മീനുണ്ട്, അതൊന്ന് ഇതുപോലത്തെ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ പുഴമീൻ അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ എന്ത് സാധനം ഉണ്ടാക്കി കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കിട്ടിയാലും ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പക്ഷേ ഞാൻ ചിലപ്പോൾ അത് കഴിക്കലും കൂടി ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റിൽ ഞാനത് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനതൊന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് നല്ലപോലെ മസാലയൊക്കെ കൂട്ടിയത് കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നും മസാലയൊക്കെ കൂട്ടി പൊരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം കഴിച്ചാലോ എന്ന്. അങ്ങനെ ആകുമ്പോൾ ഒരു കഷ്ണമൊക്കെ കഴിച്ച് നോക്കും കേട്ടോ. അങ്ങനെ ഞാൻ മീൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം തന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അകൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. പിന്നെ അടുക്കള ലാസ്റ്റാണ് കേട്ടോ നമ്മൾ തുടക്കുക. അങ്ങനെ അടുക്കളയും കൂടിയും തുടച്ച് കഴിഞ്ഞ് കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈശു മദ്രസ ഇട്ട് വന്നതിന് ശേഷം നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ചക്കക്കൂട്ടാനും ചായ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.